അതുപോലെ സഹോദരങ്ങളെ, ഇതോട് ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏഴാമത്തെ കാര്യം. ഒരുപാട് ആളുകൾ മഗ്രിബ് നിസ്കാരം അതിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവർ മഗ്രിബിന് എത്തുന്നുണ്ട്, ഒന്നുകിൽ വൈകി ജമാഅത്ത് കഴിയുമ്പോഴാണ് അവർ എത്തുന്നത്, അതല്ലെങ്കിൽ മസ്ജിദിലേക്ക് വരാതെ വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്. സഹോദരങ്ങളെ, അവർ ഇഫ്താറിൽ തിരക്കിലായിക്കൊണ്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ തിരക്കിലായിക്കൊണ്ട് അവർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ മറന്നുപോകുകയാണ്. ഈ പറയുന്ന ആളുകളിൽ പലരും മറ്റ് സമയത്ത് കൃത്യമായി ജമാഅത്തിന് എത്തുന്നവരാണ്. എന്നാൽ നോമ്പുകാലത്ത് പല മസ്ജിദുകളിലും മഗ്രിബിന് ആളുകൾ കുറയുന്നു എന്നുള്ളത് സഹോദരങ്ങളെ ഖേദകരമായ അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹങ്ങളും വിവിധങ്ങളായ ഭക്ഷണ പലഹാരങ്ങളുമെല്ലാം നീ കഴിച്ചിട്ട് അള്ളാഹുവിന് നന്ദിയുള്ളവനാകുക എന്നുള്ളതിന് പുറമെ ആകാതെ നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദികേട് കാണിക്കുന്നവനാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മഗ്രിബിന് മുമ്പായി ഒരുപാട് നേരം ഭക്ഷണം കഴിച്ച് ആ മഗ്രിബ് ജമാഅത്ത് നഷ്ടപ്പെടുത്തുക എന്നുള്ള പ്രവണത സഹോദരങ്ങളെ അത് പാടില്ല. മറിച്ച് അല്പം കഴിച്ചിട്ട് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് പിന്നീട് പോയിട്ട് നീ ഭക്ഷണം കഴിക്കുകയോ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്.